ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതം പറഞ്ഞു കരയുന്ന താരയോടു തരമായ അരുൾ ചെയ്തു രഘുവരൻ. തതജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖങ്ങളഞ്ഞിടുവാൻ. എന്തിനു ശോകം വൃഥാ തവ കേൾക്കനീ ബന്ധമില്ലേതും ഇതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ തന്നെ പരമാർത്ഥമെന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വം മാംസരക്താസ്തി കൊണ്ടടോ. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹം ഓർക്ക നീ. നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവും ഇല്ല കേളല്ലൽ ഉണ്ടാകായതു നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ. സർവകൾ ജീവനേകൻ പരനദ്വൈനം വീണാകാശതുല്യനലേപകൻ ശുദ്ധനായി ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമായതും സച്ചിതാത്മാ നിത്യമായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തന്നെ രഹസ്യമായുള്ളതു കേൾക്കനേ. യാതൊരളവ് ദേഹേന്ദ്രിയ അഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിന് സംസാരമെത്തും. അവിവേക കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കത്താനേ വിനിവർത്തിക്കയില്ലടോ. നാനാ വിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെ എന്നതും കേൾക്കനീ. മിഥ്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ. നൂനമനാദ്യ വിദ്യാബന്ധുഹേതുനാ താനാമഹംകൃതിക്ക ശുതൽക്കാര്യമായി സംസാരമുണ്ടാം അപാർത്ഥകമായതും. സംസാരമൂരാഗരോഷാദിസങ്കുലം മാനസം സംസാരകാരണമായതും. മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മമനസ്തൽകൃതബന്ധവും ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും. വസ്തുതയാപാർഗിലില്ലതഞ്ജനാദിത്തെ നിരൂപിച്ചു കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലാൽ. ആത്മസ്വലികമായോരു മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തത്സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളെ ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നത് ഭാവിക്ക് കൊണ്ട് സംസാരേ വലയുന്നു. ആദോ മനോഗുണൻ സൃഷ്ടാതസ്തദാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ. ശുക്ലരക്താസിതഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങുമാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവനെന്നുവനാദ്യ വിദ്യാവശം പ്രാപിച്ച് തിഷ്ടത്യഭിനിവേശത്താൽ പുനരത സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായതേ ഭൂയോ ഘടി ഇന്ദ്രവത്സദമായ ബലത്താലതാർ കൊഴിക്കാവടോ. യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു. മൽഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോൾ അവൻ മതി മദ്വിഷയാദൃഢം
ശ്രദ്ധയുണ്ടാങ്കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ സൽ ഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്നാകന്ത വേറൊന്നു നൂനമാത്മാവിത് സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇതമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം വയോദിതം സത്യം വയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖമവനില്ല. നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹങ്ങളക മനോഹരേ. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ട് നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്കനീ. ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു. താപമിനി കളഞ്ഞാലുമശേഷം നീ മധുരൂപമീദൃശം ധ്യാനിച്ചുകൊള്ളുകയും മധ്വചനത്തെ വിചാരിച്ചുകൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം. കൈതവമില്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹമകന്ന് തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയാം ആത്മബോധേന ജീവൻ മുക്തയായിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാൽക്ഷണം സംഘവും മാത്രേണ താരയും ഭക്തി മുഴുത്തിട്ട് അനാദിബന്ധം തീർന്നു മുക്തയായാൾ. ഒരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാം അകലപ്പോയി തെളിഞ്ഞത്. സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്ന് സൗഖ്യം കൊണ്ട് വിജ്ഞാനമോടതിസ്വസ്ഥനായാൽ തുലോം. സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജപുത്രനാമങ്കജൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാകപര്യന്തമാകന്ത ചെയ്കനീ. രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവമൊരുക്കി തുടങ്ങിന. സൗമ്യമായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി ത്രിവേദ്രോചിതം ഭേരി മൃദംഗാദി വാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത്. ജ്ഞാത്വാജകാമാരകൂത്തമസന്നിധോ മന്ത്രികളോടും പ്രണമ്യ പാദാംബുജമന്തർമുത പറഞ്ഞാൽ കവിപുങ്കവൻ. രാജ്യത്തെ രക്ഷിച്ചുകൊള്ളുക വേണം ഇനി പൂജ്യനാകും നിൻ തിരുവടി സാദരം. ദാസനായുള്ളോരടിയനിനി തവ ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശാദേ പാദപത്മദ്വയം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകളിത്തരം കേട്ടുടൻ അഗ്രഹിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. നീ തന്നെ ഞാൻ അതിനില്ലൊരു സംശയം. പ്രീതനായി പോയാലും ആശുമമാജ്ഞയ രാജാധിപത്യം നിനക്കു തന്നെ നിനി പൂജ്യനായി ചെന്ന അഭിഷേകം കഴിക്കനീ. നൂനം ഒരു നഗരം പുകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം. സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൾ സാമർത്ഥ്യമുള്ള കുമാരന പിന്നെ നീ യൗവരാജ്യാർത്ഥം അഭിഷേകയ പ്രഭു. സർവമധീനം നിനക്കു രാജ്യം സഖേ. ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചുകൊള്ളുക നീ. അദ്വേഷികരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യപ്രഭൃതി ചതുർമാസ്യമാകുലാൽ. പിന്നെ വർഷം കഴിഞ്ഞാലനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്നങ്കിതാനിരിപ്പേടമറിഞ്ഞു വന്നെന്നോടു ചൊല്ലുകയും വേണം. മമസഖേ അത്രനാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടു ധാരാത്മജൈ സമം. രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ട് വേഗേന സൗമിത്രിയോടും സുഗ്രീവനും ചെന്നു പുരിബുക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ. സോദരനോടും പ്രവർഷണാക്കിയെങ്കിലോ സാദരം ചെന്നു കരേറി രഘുത്തമൻ. ഉന്നതമൂർത്ത ശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഗഹ്വരം കാണാൻ. സ്ഫാടിക ദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രവരോജ്വലം.
വദവർഷഹിമാതപവാരണം പാദവവൃന്ദ ഫലമൂലസഞ്ചിതം തത്രൈവ വാസായ രോചയാമാസ സൗമിത്രിണ ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധയോഗീന്ദ്രാദിഭക്തജനം തദമർത്യവേഷം പൂണ്ടനാരായണൻ തന്നെ പക്ഷി മൃഗാതിരൂപം ധരിച്ച് അന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാൻ സ്ഥാവരജംഗമ ജാതികളെ വരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാൻ രാഘവൻ തത്ര സമാധിവിരതനായി ഏകാന്തദേശേ മരുവും ദശാന്തരേ ഗത വന്നിച്ചു സൗമിത്രി നിസ്സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളീടിനാൻ കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗം ആഗ്യാഹി മോക്ഷപ്രദം ത്രിലോകീപതേ വർണ്ണാശ്രമികൾക്ക് മോക്ഷദം പോലത് വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ നാരദവ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ട് സാധിക്കും നിത്യം പുരുഷാർത്ഥമെന്ന് യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നിതെന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്തനായ ദാസനായുള്ളോരടിയന് മുക്തിപ്രദം ഉപദേശിച്ചരുളണം ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരകമാകയുമുണ്ടല്ലോ ലക്ഷ്മണൻ ഏവമുണർത്തിച്ച നേരത്തു ദക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു കേൾക്ക നീ എങ്കിൽ മൽപൂജാ വിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളോരു വാത്സല്യം മുഴുക്കയാൽ തന്നുട ഗുഹ്യോക്തമാർഗേണ മനിടത്തിങ്കൽ തിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാര്യപൂർവം ആരാധിക്കമാമടോ കമലത്തിങ്കലാകിലുമാം പുരൻ അഗ്നി ഭഗവാങ്കിലാകിലുമാമടോ മുഖ്യപ്രതിമാദികളിൽ എന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും തണ്ടിലെത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമം എത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാർമുള്ളേവനാദിവിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യത്വമായി ചെയ്യുക സങ്കല്പമാതി ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കും അറികനി മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറികനി അഗ്നോയജിജ്ഞ ഹവിസ്സുകൊണ്ടാദരാളർക്കന തണ്ടിലെത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷതഭക്ഷ്യഭോജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനടോ വസ്ത്രാജിനകുശാദ്യങ്ങളാലാസനം ഉത്തമമായതു കൽപ്പിച്ചുകൊള്ളണം ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്ന വിർമുദാ വിന്യാസം കഴിക്കണം ചെയ്കതത്വന്യാസവും കേശവാദ്യേന ചെയ്ക മമ മൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നിട മുമ്പിൽ വാമേ കലശം വെച്ച് ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷരഭക്തൈവ സംഭരിച്ചിടണം അർഘ്യവാദ്യപ്രധാനാർത്ഥമായും മധുവർക്കാർത്ഥമാചമനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വച്ചുകൊള്ളണം പേർത്തുമറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജാം തടുജ്വലാം കമലേതടം ധ്യാനിച്ചുകൊള്ളണം പിന്നെ സ്വദേഹമഖിലം തയാ വ്യാപ്തമെന്നുറയ്ക്കേണം ഇളക്കവും കൂടാതെ ആവാഹയിൽ പ്രതിമാതുഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവും അർഘ്യം തഥാ മധുവർക്കം ഇത്യാദൈ പുനഃസ്നാനവസ്ത്രവിഭൂഷണൈ എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ ആഗമോക്തപ്രകാരേണ നിരാജനയധൂപദീപേർ നിവേദ്യർ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമായ അർച്ചിച്ചുകൊള്ളുകൾ ശ്രദ്ധയാ ഞാനും പൂജിക്കുമറികനി
ഹോമം അഗസ്ത്യുക്തമാർഗകുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നീ ഭക്ത്യാ പുരുഷ സൂക്തം കൊണ്ടുമാമടോ ചിത്തതാരിങ്കൽ നിനയ്ക്കാകുമാരാനേ ഔപാസനഗ്നോ ചരണാഹ വിഷാദ സോപാദിന ചൈക ഹോമം മഹാമതേ തപ്തജാംബൂനദ പ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം മാമേവ വന്നി മധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാബുധോത്തമൻ പാരിഷദാനാം ബലിദാനവും ചെയ്ത് ഹോമശേഷത്തെ സമാവേൻ മന്ത്രവിൽ ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്രവാസം നാഗവല്ലീതലാദിയും ദിത്വാമദഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതി സ്തുതി പാടാദിയും ചെയ്ത് പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസിമാമുറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാക്കേ നിധായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാതിഥി മുഹുരുക്വാ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യങ്മഹസിംഗലിതം ദിനുമനു പൂജിക്യ മത്സകേ ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുത നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരുമൈക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ ഇതമ്മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാ ഫലമുണ്ട് അവനെന്നതും ഭക്തപ്രിയൻ അരുൾ ചെയ്താനതു നേരം ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോട് അശേഷമിതമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ വരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ ഹാ ജനകാത്മജേ സീതേ മനോഹരേ ഹാ ജനമോഹിനി നാഥേ മമ പ്രിയേ ഏവമാതിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന്നു വരാതെ ചമഞ്ഞിത് സൗമിത്രിതന്നുടെ വാക്യാമൃതം കൊണ്ട് സൗമുഖ്യമോടുമൊരുവും ചില നേരം ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനം അങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവനജനഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം കേൾക്ക മഹീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവസാദരം നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചീലതേതും എന്നെന്നുടെ മാനസേ തോന്നുന്നിരുന്നഹോ ബാലി മഹാബലവാ കവിപുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാളവൻ മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിത് രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരും നീടു നീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ അദ്യവാശോവാപരശോധവാദവ മൃത്യുഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോടും പൂർവീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ വാനരവാവേന മാനിനി ശക്തനായി പാലവും ചെയ്തു മതിമറന്നന്യുകം രാപ്പകലും അറിയാതെ വസിക്കുന്ന പോക്കുകൾ എത്രയും നന്നിങ്ങനെ ആഗ്രജനായ സക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനയും നിർണയം അഞ്ജനാനന്ദനൻ തന്നെ വാക്കുകേട്ടഞ്ജസാഭീതനായോരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലുമമാത്യനുണ്ടെങ്കിലോ വൃത്തീശനാപത്തുമെത്തുകയില്ലല്ലോ സത്വരം എന്നുടെ ആജ്ഞയോടും ഭവാൻ 10 ദിക്കിങ്കലേക്കുമയറ്റിയിടണം സപ്ത ദേവസ്ഥിതന്മാരായ വാനര സപ്തമന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ 10,000 കവിവീരരെ പാരാതൈക്യ സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്താകിലോ വധ്യൻ അവനതിനില്ലൊരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ അഞ്ജനാപുത്രനോട് യുദ്ധം നിയോഗിച്ചു മഞ്ജുളമന്ദിരം ബുക്കിരും നേടിനാൻ ഭദ്രനിയോഗം പുരസ്കൃത്യ മാരുതപുത്രനും വാനരസത്തവന്മാരെയും 10 ദിക്കിനും അയച്ചാൻ അഭിമതദത്തപൂർവം കവീന്ദ്രന്മാരും അന്നേരം
വായുവേഗപ്രചാരേണ കവികുലനായകന്മാരെ വരുത്തുവാനായി മുതാ പോയത് ദാനവാനാതിതൃപ്താത്മന മായാ മനുഷ്യകാര്യാർത്ഥമതിദ്രുതം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.